Everyone ready for 43-35 shot. Sir. ആരാ? ഞാൻ ഈ പടത്തിന് പുതിയ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. പുതിയതായിട്ട് സീറ്റ് അക്കൗണ്ട്. ഓക്കെ എവരിവൺ ടേക്ക് പോവാം. സർ സ്ക്രിപ്റ്റഡ് അടുത്ത സീൻ എന്താ? ഞാൻ സെറ്റ് പ്രിപ്പയർ ചെയ്യാം. സ്ക്രിപ്റ്റാ? ഇവിടെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അവനേതാ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. സർ ബ്രോ, മുന്നേ വർക്ക് ചെയ്ത സെറ്റുകളിലെ പോലെയല്ല, ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. എങ്ങനെ? ഇത് വായിച്ചു നോക്കി. എന്നാ മരുന്ന് കവറ. ദളപതി ഇൻട്രോ മിഷൻ ഇമ്പോസിബിൾ റോഗ്നേഷൻ 7:45 to 9:15. എന്താ? ഇതാണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റാ ഇതാ? നീ ആ ഫോൺ എടുത്ത് അതിൽ എഴുതിയേക്കുന്നത് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ് എയർപോർട്ട് രക്ഷകൻ സീൻ. ഗുഡ് ഡോക്ടർ 35:7 to 36:8. I'm a doctor. അല്ല സാർ, ഒരു ഡൗട്ട്. എടോ, ആ വെട്രിമാരൻ ഇൻട്രോ സീൻ സുൽത്താൻ 56:35 to 59:28. പിന്നെ ഇൻട്രോ സീൻ നൗ യു സീ മീ 29:30 to 33:15. പിന്നെ ഡോക്ടർ കൊല്ലുന്ന സീൻ ലോ അബൈഡിംഗ് സിറ്റിസൺ 45:3 to 48:5. അതൊന്ന് ചെക്ക് ചെയ്തിട്ടും കൂടെ കൊണ്ടുവന്നേ. ഓക്കെ സാർ. ഇപ്പൊ എല്ലാം മുന്നേ ചോദിക്കാന്ന് വിചാരിച്ചത് എന്തോ മരുന്ന് കവറല്ലേ? ജേസൺ സ്റ്റാത്തിന്റെ ഹോം ഫ്രണ്ട് പറഞ്ഞ സിനിമ 2016 കഴിഞ്ഞ വർഷം തമിഴിലേക്ക് അൺഒഫീഷ്യലായിട്ട് റീമേക്ക് ചെയ്തിരുന്നു. ഞങ്ങളാ ചെയ്ത്. അപ്പോൾ അതിന്റെ സെറ്റിൽ വെച്ച് ഒരുത്തന് പനി വന്നപ്പോൾ സോറി മനസ്സിലായില്ലേ? പെരി സെറ്റിൽ വെച്ച് ഒരുത്തന് പനി വന്നപ്പോൾ കഴിച്ച മരുന്നിന്റെ. ഞങ്ങളുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മരുന്ന് കവർ, ഹോട്ടൽ ബില്ല്, ടിഷ്യൂ പേപ്പർ, ഇതിന്റെയൊക്കെ പുറകിൽ എഴുതാനുണ്ടാവുള്ളൂ. ഈ മെസ്സിയുടെ ബാഴ്സ കോൺട്രാക്ട് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ പോലെയാണോ? എടോ, താന മെസ്സിയുടെ കാര്യം പറഞ്ഞില്ലേ? മെസ്സി ഒരു ലെജൻഡ് എന്ന് പറയുമ്പോൾ ബർത്ത് ഓഫ് എ ലെജൻഡ്, പെലെയുടെ ബയോപിക്. അപ്പോൾ അടുത്ത പടം ഫുട്ബോൾ ബേസ്ഡ് ആണ്. ടൈം സ്റ്റാമ്പ് 40 to 41. പ്ലേ. എന്താ ടൈറ്റില്? ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന എഴുതി വിറ്റ് കാശാക്കാൻ ഞാൻ സമ്മതിക്കില്ല.